നേപ്പാളും ഫ്രാൻസും ബ്രിട്ടനും അങ്ങനെ സകല രാജ്യങ്ങളും അസ്ഥിരമാകുമ്പോൾ സകല രാജ്യത്തിലെയും ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഇപ്പോഴിതാ ഒരു ആസിയാൻ രാജ്യത്തിലെ ജനങ്ങൾ കൂടെ രോഷാകുലരായി തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രാഷ്ട്രപതി ആ രാജ്യത്തെ ജനങ്ങളോട് സമാധാനത്തിനായി നിലവിൽ അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ആദ്യം ഫ്രാൻസിലും പിന്നീട് നേപ്പാളിലും സർക്കാരിനെതിരെ വൻ ജനരോഷമാണ് ഉയർന്നത്. ജീവഹാനിയും സ്വത്തുക്കളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിലിപ്പൈൻസിലും സർക്കാരിനെതിരെ പൊതുജനരോഷം വർദ്ധിച്ചു വരികയാണ്. ഇതിനിടയിലും പ്രസിഡന്റ് ഹെർഡിനാർഡ് മാർക്കോസ് ജൂനിയർ എല്ലാവരോടും സമാധാനത്തിനായി കേഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഫിലിപ്പൈൻസിലെ വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതികളിലെ വ്യാപകമായ അഴിമതിക്കെതിരെ പൊതുജനരോഷത്തെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ പിന്തുണച്ചിട്ടുണ്ട്. ജനങ്ങൾ തങ്ങളുടെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ പ്രതിഷേധങ്ങൾ കർശനമായും സമാധാനപരമായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്വതന്ത്ര കമ്മീഷൻ അഴിമതി അന്വേഷിക്കുമെന്നും തന്റെ രാഷ്ട്രീയ സഖ്യകക്ഷികളെ പോലും വെറുതെ വിടില്ലെന്നും പ്രസിഡന്റ് മാർക്കോസ് വാഗ്ദാനം ചെയ്തു. ടെലിവിഷൻ പാർലമെന്ററി ഹിയറിംഗുകളിലും നിരവധി നിയമസഭാംഗങ്ങൾ, സർക്കാർ എഞ്ചിനീയർമാർ, നിർമ്മാണ കമ്പനികൾ എന്നിവർ വൻതോതിൽ കൈക്കൂലി വാങ്ങിയതായും ഇപ്പോൾ ആരോപിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വമ്പൻ രോഷമാണ് ഇപ്പോൾ ഫിലിപ്പൈൻസിൽ ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 21 പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ജൂലൈയിൽ നടത്തിയ വാർഷിക പ്രസംഗത്തിലാണ് പ്രസിഡന്റ് ആദ്യമായി അഴിമതിയെക്കുറിച്ച് പരാമർശിച്ചത്. നേപ്പാളിലും ഇന്തോനേഷ്യയിലും അടുത്തിടെ ഉണ്ടായ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫിലിപ്പൈൻസിൽ ഇതുവരെ നടന്ന പ്രതിഷേധം ചെറുതും സമാധാനപരവുമായിരുന്നു. കാത്തോലിക്ക സഭാ നേതാക്കളും ബിസിനസ്സുകാരും വിരമിച്ച ജനറൽമാരും സർക്കാരിനെ പരസ്യമായി വിമർശിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ് മിക്ക രോഷവും കാണപ്പെടുന്നത്. സെപ്റ്റംബർ 21 തലസ്ഥാനമായിട്ടുള്ള മനിലയിലെ ഒരു സ്മാരക സ്ഥലത്ത് ഒരു വലിയ ജനാധിപത്യ അനുകൂല പ്രകടനം നടക്കാനുള്ള ഒരു നീക്കം അവിടെയുള്ള പ്രതിഷേധക്കാർ നടക്കുന്നുണ്ട്. ഇത് ഏതു വിധേനയും തടയണമെന്നാണ് ഇപ്പോൾ ഫിലിപ്പൈൻസ് പറയുന്നത്. പോരാത്തതിന് ഈ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അവസാനിച്ചില്ലെങ്കിൽ ഇതൊരു വലിയൊരു കലാപത്തിലേക്ക് പോകുമെന്നും ഫിലിപ്പൈൻസിന് കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴിതാ വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നത് കണക്കിലെടുത്ത് പോലീസിൻ്റെയും സൈന്യത്തിനെയും ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ് ഫിലിപ്പൈൻ സർക്കാർ എന്നറിയാൻ സാധിക്കുന്നു. എന്തായാലും പ്രസിഡന്റ് മാർക്കോസ് പറഞ്ഞത്, ഞാൻ പ്രസിഡന്റ് അല്ലായിരുന്നുവെങ്കിൽ തെരുവുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എനിക്കും ദേഷ്യമുണ്ട്. അവർ നിങ്ങളിൽ നിന്ന് എന്നെ മോഷ്ടിച്ചു, നിങ്ങളെ എങ്ങനെ വേദനിപ്പിച്ചു, ഉച്ചത്തിൽ നിലവിളിപ്പിച്ചു, പ്രതിഷേധിപ്പിച്ചു. പക്ഷേ എല്ലാം സമാധാനപരമായി നിങ്ങൾ ചെയ്യണം എന്ന് അവരോട് എനിക്ക് പറയണമെന്നാണ് ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. സൈനികർ ഭരണഘടനയോട് വിശ്വസ്തരാണെന്ന് പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൈനികർ ജനങ്ങളെ അടിച്ചമർത്തുന്നതിൽ പ്രതിഷേധത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ ഫിലിപ്പൈൻസിനെ സഹായിക്കുമെന്ന് തന്നെയാണ് മന്ത്രിമാരെല്ലാം തന്നെ കരുതുന്നത്. ഏകദേശം 1,60,000 സൈനികരെ പൂർണ്ണമായും സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അരാഷ്ട്രീയരും ഭരണഘടനയോട് വിശ്വസ്തരുമാണെന്ന് പ്രതിരോധ മന്ത്രി ഗിൽബർട്ടോ ടിയോഡോറോയും കരസേനാ മേധാവി ജനറൽ റോമിയോ ബ്രൗഡറും പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സൈന്യം ഈ ഫിലിപ്പൈൻസിൻ്റെ ഭരണഘടനയോട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതികളിൽ വലിയ അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏകദേശം 54,500 കോടി പൈസോ, ഏകദേശം $9.6 ബില്യൺ വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതികൾക്കായി ചെലവഴിച്ചു. ഇതുപയോഗിച്ച് ചില നേതാക്കളും ഉദ്യോഗസ്ഥരും ആഡംബര വീടുകൾ, വില കൂടിയ യൂറോപ്യൻ കാറുകൾ, കാസിനോകളിലെ ചൂതാട്ട ശീലങ്ങൾ എന്നിവ പോലുള്ള ആഡംബര ജീവിതം നയിച്ചതായാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.